എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ ഇടിയപ്പ ബിരിയാണി. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഉണ്ട്, പിന്നെ ചെറുനാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ചിക്കനാണ്, എല്ലില്ലാത്ത പീസാണ്, ഒരു 200 ഗ്രാം. ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇവിടെ സവാള എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസാണ്, നേരിയതായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അതിലൊരു അര കഷ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യാനുസരണം തന്നെ എടുക്കാം. അതിൽ ചേർക്കാത്തത് തക്കാളിയാണ്, ഒരു തക്കാളി എടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ തൈര് എടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഗരം മസാലയാണിത്, ബിരിയാണി ഗരം മസാലയാണ്. ഇതില്ലെങ്കിൽ സാധാ ഗരം മസാല ഇട്ടാലും മതി. ഇനി നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. പൊടിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് പൊടി നനയണം. അതിനുശേഷം നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂൺ. അതിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തു. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും നമ്മുടെ ഉണക്കമുന്തിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇതിലേക്ക് തന്നെ സവാള കുറച്ച് ചേർക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ചെയ്ത് മാറ്റി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതന്നെ ഫസ്റ്റ് തന്നെ എല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ സവാളിനകത്ത് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളത്, ഒന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടാനും പിന്നെ ആ ഒരു സവാളയ്ക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും. അതിനുശേഷം നമ്മൾ മസാല ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ബാക്കിയുള്ള ആ ഒരു സവാള ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കുക. നന്നായിട്ട് ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 1 ടേബിൾ സ്പൂണാണ്, അത് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരും, മൂത്ത മണം. ആ ഒരു സമയത്ത് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് കൂടെ തന്നെ മല്ലിയിലയും പുതിനയിലയും കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റാം. നമുക്കത് തക്കാളിയൊക്കെ ഉടഞ്ഞ് വരണം, അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പാകമായിട്ടുണ്ട് ഒരു മസാല. ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വാടി പാകമായിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും, പിന്നെ കൂടെ തന്നെ ഗരം മസാല, നമ്മൾ ബിരിയാണി മസാലപ്പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 1/2 ടീസ്പൂണ്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു മണം, മൂത്ത മണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്കിനി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ തൈരാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുന്ന പാകം വരും. ആ ഒരു സമയത്തേക്കാണ് നമ്മളിതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റണം. ചിക്കൻ്റെ ആ ഒരു കളറ് മാറും, ആ ഒരു സമയമാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഞാനിപ്പം മല്ലിയിലയും പുതിനയിലയും പിന്നെയും കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിതിനകത്തേക്ക് കുറച്ച് വെള്ളം, ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും കൂടി പോവണ്ട, ചിക്കനുള്ള വെള്ളം ഇറങ്ങി വരും. അതുപോലെ തന്നെ ഈ ഒരു മസാലയ്ക്ക് നമുക്ക് അധികം ഗ്രേവി ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ അതിനി തുറന്ന് വെച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇതിൽ ഉപ്പും മുളകും എല്ലാം നോക്കണം, എരിവും ഒക്കെ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തക്കാളീൻ്റെയും തൈരിൻ്റെയൊക്കെ പുളി കൂടുതലാണെങ്കിൽ ഈ ഒരു ചെറുനാരങ്ങ നീര് ചേർക്കണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ മസാലയൊക്കെ കറക്റ്റായിട്ടുണ്ട്. അത്യാവശ്യം വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക്
നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്യണം. അപ്പോൾ ആ ഒരു വറുത്ത ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക്. കൂടെ തന്നെ കുറച്ച് നമ്മുടെ ബിരിയാണി ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയും ഞാൻ വീണ്ടും ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ മസാല. ഇനി നമുക്ക് നൂൽപുട്ടുണ്ടാക്കണം. അതുപോലെ ഇതിൻ്റെ മസാല എല്ലാം വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ നൂൽപുട്ടിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്, പ്ലേറ്റ്. അപ്പോൾ അതിൻ്റെ മീതെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വാഴയില കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കാണ് നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് മസാല എല്ലാം മിക്സ് ചെയ്ത് ആവി കയറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം ഇല്ല എങ്കിൽ നമുക്ക് സാധാരണ ഇഡ്ഡലി തട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്റ് ആയാലും മതി. പ്ലേറ്റിൻ്റെ ആ ഒരു വട്ടത്തിന് കണക്കാക്കിയിട്ട് വാഴയില നിർബന്ധമാണ് കേട്ടോ. വാഴയില ഉണ്ടെങ്കിലാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ വാഴയിലേൻ്റെ സ്മെല്ലും പിന്നെ ഇതിൻ്റെ ഒരു ചിക്കൻ്റെ മസാലയും എല്ലാം കൂടെ ചേർന്നൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഡിഷ് ഇതായിട്ട് വരും. അപ്പോൾ വാഴയിലില്ല എങ്കിൽ നമ്മൾ ഫോയിൽ പേപ്പർ എടുത്താലും മതി. രണ്ടിൻ്റെ വ്യത്യാസം അറിയാമല്ലോ. വാഴയില ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഫോയിൽ പേപ്പർ ആകുമ്പോൾ പ്രത്യേകിച്ചൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ സംഭവമൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് റെഡിയാക്കി വെക്കണം. ഇവിടെ മാവെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. അതെ, നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്, സേവനാഴി. അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തു. അതിനകത്തേക്ക് നമ്മൾക്ക് മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇടിയപ്പത്തിനുള്ളത് പിഴിഞ്ഞെടുക്കുകയാണ്. ഞാനിപ്പോൾ 2 പ്ലേറ്റിലാണ് ചെയ്യുന്നത്. എൻ്റെ ആ തട്ടിൽ 2 പ്ലേറ്റാണ് ഇപ്പോൾ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഹൈറ്റ് കൂടുതലായി നമ്മൾ ഈ ഒരു ലെയറൊക്കെ വെച്ച് വരുമ്പോൾ. അപ്പോൾ അതൊന്നും ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അത് ഇടിയപ്പത്തിൻ്റെ ആ ഒരു മാവ് റെഡിയാക്കുമ്പോൾ. അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക, നടുഭാഗത്ത് കൂടെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ചിരവിയ തേങ്ങ, നല്ല ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കുക, ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് തേങ്ങ ചേർക്കുമ്പം. പിന്നെ അതിന് മീതെ തന്നെ ചിക്കൻ്റെ നമ്മുടെ ബിരിയാണി മസാല, ചിക്കൻ ബിരിയാണിയുടെ ആ ഒരു മസാലയാണ്. അത് ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്ന രീതിയിൽ വെക്കണ്ട, നടുഭാഗത്തുനിന്ന് കുറച്ചൊന്ന് പരത്തി കൊടുത്താൽ മതി. പിന്നെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ മല്ലിയില, പുതിനയില അതെല്ലാം പാകത്തിന് ഇട്ട് കൊടുക്കുക. പൈനാപ്പിൾ പീസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്ക് വെന്തൊക്കെ വരുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടെ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു സ്റ്റീം ചെയ്യാൻ ഇങ്ങനെ ഒരു പാത്രം ഇല്ല എങ്കിൽ നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പിൽ ഒരു പാത്രം പ്ലേറ്റ് വെച്ചിട്ട് അതിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ലെയർ കൂടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല, കുറച്ച് ഭാഗം മാത്രം ഇതേപോലെ ഒഴിവാക്കിയിടുക. അപ്പോൾ കാണാൻ ഒരു ഭംഗിയായിരിക്കും. ഇനി നമുക്ക് നേരെ അപ്പച്ചെമ്പിലേക്ക് മാറ്റാം. ഞാൻ കണ്ടില്ലേ, ഇത് ഈ തട്ടിൽ 2 പ്രാവശ്യമായിട്ടാണ് വെച്ചിട്ടുള്ളത്, 2 അട്ടിയായിട്ട്. അത് ശ്രദ്ധിക്കണം, ആ ഒരു ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മാവൊക്കെ നീങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ ഈ മാവ് പിഴിയുമ്പോൾ. ഇനി ഒരു 10 മിനിറ്റ് മാത്രമേ വേവിക്കേണ്ട ആവശ്യമുള്ളൂ, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ഇടിയപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം കഴിച്ചാൽ മതി. എന്നാൽ ചൂടോടെ ഒന്നും കഴിക്കണമെന്നില്ല, ഒന്ന് തണുത്ത് ചെറിയ ചൂടിലാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടല്ലോ, അത് നേരിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഇടിയപ്പ ബിരിയാണി. ഇനിയിപ്പോൾ ചിക്കൻ ഇല്ല എങ്കിൽ എഗ്ഗ് വെച്ച് ചെയ്യാം, അതുപോലെ മീനും ഏത് വേണമെങ്കിലും നമുക്കിത് മസാല റെഡിയാക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാനുള്ള വേറൊരു എളുപ്പവഴി എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ പൊതുവേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എല്ലില്ലാത്ത പീസുകളും കുറച്ച് മസാലയെല്ലാം മാറ്റി വെക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്തതും മല്ലിയില, പുതിനയില അരിഞ്ഞു വെച്ചതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്കത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും മതിയല്ലോ. അത് വേറെ നെക്സ്റ്റ് ഡേ ആണെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നൂൽപുട്ടിൻ്റെ ആ ഒരു പിഴിയണം എന്നല്ലേ ഉള്ളൂ ആ ഒരു മാവ്, അതിന് കൂടെ തന്നെ ഈ ഒരു മസാലയും എല്ലാം ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു എളുപ്പത്തിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം.
പിന്നെ ഇപ്പം വെജുകാരൊക്കെ ആണെങ്കിൽ ഇതിൽ എന്താ പനീർ വെച്ചിട്ടും അതുപോലെ മഷ്റൂം വെച്ചിട്ടൊക്കെ ബിരിയാണി ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്നാലും ബിരിയാണിയുടെ ടേസ്റ്റ് വേണം, എന്നാലല്ലേ നമുക്ക് ഈ ഒരു ഇടിയപ്പ ബിരിയാണി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല ബിരിയാണിയുടെ സ്മെല്ലാണ് കേട്ടോ ഉള്ളത്. അതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗരം മസാല, ബിരിയാണിക്ക് ഇടുന്ന ഗരം മസാല തന്നെ ഉപയോഗിക്കണേ. സാധാ ഗരം മസാല ആണെങ്കിൽ നമുക്ക് ആ ഒരു ബിരിയാണിയുടെ സ്മെല്ലൊന്നും അത്ര കിട്ടണമെന്നില്ല. അപ്പോൾ ഞാനിത് ബാക്കി കൂടെ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തോന്നുന്നു നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ, പക്ഷേ ഒന്നല്ല, കാര്യമായിട്ട് വിശദീകരിച്ച് തരുന്നതിനെ കൊണ്ടാണ് ഞങ്ങൾക്കിത് ഒരുപാട് വലുതായിട്ട് തോന്നുന്നത്. ചെയ്തുകൊണ്ടിരിക്കുമ്പം എളുപ്പമായിട്ട് തന്നെ തോന്നും. കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത് വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് വ്യത്യസ്തമായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. പിന്നെ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ വാഴയില തന്നെ ഉപയോഗിക്കണം കേട്ടോ, എന്നാൽ തന്നെ അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. വാഴയില വാടി വരുമ്പം ഒരു പ്രത്യേക രുചിയാണല്ലോ. ഇനി ഇതിന് കിട്ടുന്നില്ല എങ്കിൽ പകരമായിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ ഉപയോഗിക്കാം. പക്ഷേ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.